നമ്മൾ അത്തരം ആളുകൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓഫ്ലൈൻ സെഷൻസ്, കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഓഫ്ലൈൻ സെഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇത് NLP തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് ആണ്. സാധാ രീതിയിലൊരു കൗൺസിലിംഗ് അല്ല, ജസ്റ്റ് ഒരു അഡ്വൈസ് അല്ല, 100% സൊല്യൂഷനാണ്, ഇന്നർ സൊല്യൂഷനാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നായിരിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ജീവിതം എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര സിമ്പിളാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ സൂയിസൈഡിലേക്ക് പോകുന്നത് ആളുകൾ? നമുക്കിനി ഒരു സൊല്യൂഷനും ഇല്ല ലൈഫിൽ എന്ന്, നമ്മളെ മുന്നിൽ ഒരു വഴികളും ഇല്ല എന്നുള്ള ഒരു സ്റ്റക്കായൊരവസ്ഥ, അല്ല ആ ഒരു മൊമെൻറ്റിലാണ് സൂയിസൈഡ് ചെയ്തിട്ട് നമ്മളങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നത്. ലൈഫ് അങ്ങ് മടുത്ത് സ്റ്റക്കായി കുടുങ്ങിയിട്ട് എവിടെയാണ് കൊടുക്കുന്നത്? പ്രശ്നങ്ങൾ പുറത്തായിരിക്കാം, പക്ഷെ ഉള്ളിൽ ഇനി ഒരു സൊല്യൂഷൻ ഇല്ല, എനിക്ക് എൻ്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണല്ലോ പറയാം. സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്. നോ വേ, നമുക്ക് പിന്നെ കണ്ണ് കാണാൻ പറ്റില്ല, ബിക്കോസ് ഒരു വഴിയും കാണൂല, അങ്ങനെ ഇരുട്ടാണ്, ഉള്ളിൽ ഫുൾ ഇരുട്ടാണ്. പ്രശ്നങ്ങൾ പുറത്താണെങ്കിലും ഇമോഷണലി കംപ്ലീറ്റ് എന്തെയാണ് ബ്ലോക്ക് ആവുകയാണ്. ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്ന് എൻഡ് ചെയ്തിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച മൊമെൻറ്റുകളുണ്ട്. പുറത്ത് നമ്മൾ പലതും ഷെയർ ചെയ്യൂല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്യോ അതൊക്കെ ഒരു പ്രോബ്ലം ആണോ? കാരണം ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങളായിരിക്കും വലുത്, അവരുടെ ഇമോഷൻസ് ആയിരിക്കും വലുത്. എന്നാൽ അതേ ഞാൻ പറയാണ് NLPയിലൂടെ കടന്നു പോകുമ്പോൾ, കാരണം പ്രശ്നങ്ങൾ പുറത്താണെങ്കിൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണല്ലോ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ടെൻഷൻ, സ്ട്രെസ്സ്, പേടി, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസൈറ്റി, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ്. എന്നാൽ NLP തെറാപ്പിയിലൂടെ കടന്നു പോകുമ്പോൾ 100% സൊല്യൂഷനാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. ഉള്ളിൽ ആ പവറൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കാറില്ലായിരുന്നു. ചെറിയൊരു എക്സാമ്പിളാണ്. ഭയങ്കര ഫിയർ ആയിരുന്നു, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫിയർ, ആൻസൈറ്റി, ഇങ്ങനെ ഒരുപാട് ഫിയർ ആയിരുന്നു എനിക്ക്. പക്ഷെ ആ ഫിയറിനെ റിമൂവ് ചെയ്യാനുള്ള തെറാപ്പിയിലൂടെ, സ്വിച്ച് തെറാപ്പി, ഇങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് NLP. ഈ തെറാപ്പിയിലൂടെ ആ ഫിയറിനെ എടുത്ത് കളഞ്ഞ് അതിനെ ഓവർകം ചെയ്തപ്പോൾ നമ്മുടെ അകത്ത് തന്നെ വെച്ചിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. കറേജ് നമ്മുടെ അകത്തുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഇതിനൊക്കെ റിയലി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പിന്നെ എന്താ പറയേണ്ടത്? എക്സ്പീരിയൻസ് ആണ് ലൈഫ്. ഡെഫിനറ്റ്ലി ചില സ്റ്റുഡൻസ് ഇപ്പം എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പല ഏണിങ്സ് ഇല്ലാത്ത പഠിക്കുന്ന കുട്ടികൾ, പിന്നെ ടീനേജേഴ്സ് ഉണ്ടാവില്ല, അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉള്ള ആളുകൾ ഒരുപാടുണ്ടാവും. അവർക്കിത് വീട്ടുകാരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല, മറ്റാരോടും ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ലൈഫിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന, എങ്ങനെ ഇമോഷണലി പ്രയാസപ്പെടുന്നത്, ഇനി ഒരു വഴിയില്ല, അവസാനിപ്പിച്ചേക്കാം ഈ ജീവിതം. നമ്മൾ അത്തരം ആളുകൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓഫ്ലൈൻ സെഷൻസ്, കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഓഫ്ലൈൻ സെഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കണ്ണൂർ, മലപ്പുറം, കാലിക്കറ്റ് എന്നുള്ള 3 ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ അതിൽ വെന്യൂ എല്ലാം നിങ്ങൾ അറിയിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് സെഷൻസ്. അന്നായിരിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ജീവിതം എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര സിമ്പിളാണെന്നുള്ളത്. അതുപോലെ നിങ്ങളെ പ്രോബ്ലംസ് എന്ത് ചെയ്യണം? മെൽറ്റായി പോവാണ്, ആവിയായിട്ട് പോവാണ്. പോകുമെന്നല്ല ഞാൻ പറയുന്നത്, പോവാണ്, പോയി കഴിഞ്ഞു. എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ, ബിക്കോസ് ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ചുറ്റുഭാഗം ഒരുപാട് ആളുകളുണ്ടാവും, നമ്മൾ കാണുമ്പോൾ വളരെ ചിരിച്ച് സന്തോഷിച്ച് കാണുന്നുണ്ടാവും. പക്ഷേ ഇന്നറിൽ അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ, ടെൻഷൻ, സ്ട്രെസ്സൊന്നും അവരാരോടും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് NLP തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് ആണ്. സാധാ രീതിയിലൊരു കൗൺസിലിംഗ് അല്ല, ജസ്റ്റ് ഒരു അഡ്വൈസ് അല്ല, 100% സൊല്യൂഷനാണ്, ഇന്നർ സൊല്യൂഷനാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.